അയാൾ പറഞ്ഞത് മുഴുവൻ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയാലോ? അതിന് തന്നെ അയാൾ വന്നെന്നുള്ളത് എനിക്ക് ഉറപ്പാ. അതെ, സംശയമില്ല. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാൻ തന്നെ അയാൾ വന്നത്. ഏത് നിമിഷവും അയാൾ ആതിരയുടെ കുഞ്ഞിനെ ഇവിടെ നിന്നും എടുത്തോണ്ട് പോകാൻ ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചാൽ അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ആ സന്ദർഭത്തിൽ അയാൾ സത്യം വിളിച്ചു പറയില്ലേ, നീ വെറുതെ പേടിക്കുക, സ്വന്തം കുഞ്ഞിനെ ദൂരെ നിന്ന് കാണുക എന്നുള്ള ലക്ഷ്യമായിട്ട് മാത്രമാണ് അയാൾ വന്നതെങ്കിലോ? ഒരിക്കലുമില്ല. അയാളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നല്ലതുപോലെ അറിയാം. സ്വന്തം മകൾ വലിയൊരു വീട്ടിൽ സന്തോഷമായിട്ട് വളരണമെന്നല്ലേ അയാളുടെ ആഗ്രഹം. അതിനുവേണ്ടിയല്ലേ അയാൾ ഇതെല്ലാം ചെയ്യാൻ നിനക്ക് കൂട്ടുനിന്നത്. പിന്നെ ഇപ്പോൾ അയാൾ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? കാര്യം അറിയാതെ സംസാരിക്കരുത്. അന്ന് ആ കുഞ്ഞിന് വിഷം കൊടുക്കാൻ ഞാൻ അയാളെ ഏൽപ്പിച്ചപ്പോൾ അയാളുടെ ഭാര്യ മരിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഭാര്യ മരിച്ചതോടെ അയാളുടെ മാനസിക നില തെറ്റി. അങ്ങനെയാ അയാൾ ആ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചത്. കറങ്ങി തിരിഞ്ഞ് ആ കൊച്ചു വീണ്ടും അർച്ചനയുടെ കയ്യിലെത്തുകയും ചെയ്തു. ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു ഇതെല്ലാം. ഇനി ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം എനിക്ക് അപകടമാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്ത് വഴി? അതൊന്നും എനിക്കറിയില്ല. എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കിപ്പോ അയാളെ പേടിയാ. അർച്ചന, താനിങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കാതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അയാൾ എങ്ങനെ വളർത്തും? ഇവിടെ നമ്മുടെ കയ്യിൽ ഈ കുഞ്ഞ് സുരക്ഷിതമായിട്ടാണ് വളരുന്നതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഈ കുഞ്ഞിനെ ദൂരെ നിന്ന് കാണാനുള്ള അവസരം മാത്രമേ അയാൾ ചോദിച്ചിട്ടുള്ളൂ. സച്ചേട്ടന് തെറ്റി. ചോരയ്ക്ക് ചോരയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ആർക്കും വിട്ടുകൊടുക്കാനും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ശിവരാമേട്ടന്റെ സ്ഥാനത്ത് സച്ചേട്ടനായിരുന്നെങ്കിലോ? ഈ കുഞ്ഞ് സച്ചേട്ടന്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിലോ? നിയമപരമായി കുഞ്ഞിനെ കിട്ടില്ല എന്നറിയാമെങ്കിലും സ്വന്തം ചോരയെ ഉപേക്ഷിക്കാനോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനോ സച്ചിനെ കൊണ്ട് കഴിയുമായിരുന്നോ? അയാൾ തിരിച്ചു വന്നതും അച്ഛൻ്റെ കാല് പിടിച്ചതും ഇവിടെ ഇപ്പോൾ പാവത്താനെ പോലെ നിൽക്കുന്നതുമെല്ലാം ഈ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. നിയമത്തെക്കുറിച്ചും കോടതിയെക്കുറിച്ചും ഒന്നും അയാൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതിനൊക്കെ മേലെ സ്വന്തം കുഞ്ഞിനോടുള്ള അയാളുടെ അടങ്ങാത്ത ആഗ്രഹം. താൻ പറഞ്ഞ ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആലോചിച്ച് വേണം നീ എന്തെങ്കിലും ചെയ്യാൻ. എടുത്തു ചാടി കുഴി ചെന്ന് വീഴരുത്. എൻ്റെ നിലനിൽപ്പായപ്പോൾ പ്രശ്നം. ഇപ്പം ഈ വീട്ടിലെല്ലാവരും കരുതിയിരിക്കുന്നത് അയാളുടെ കുഞ്ഞ് അർച്ചനയുടെ കയ്യിലുള്ള കുഞ്ഞാണെന്നാ. പക്ഷെ അയാളുടെ ലക്ഷ്യം ആതിരയുടെ കുഞ്ഞ്. ആതിരയുടെ കുഞ്ഞുമായി അയാൾ കൂടുതൽ അടുത്തിടപഴകിയാൽ പോലും ആളുകൾക്ക് സംശയം തോന്നും. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കി ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുടെ അവസ്ഥ ഇതന്നെയായിരിക്കും. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം, അത് പൊളിഞ്ഞു വീഴാതിരിക്കാൻ മൂന്നാമതൊരു കള്ളം. ഒടുവിൽ പറയുന്നതിൽ കള്ളവേത് സത്യവേതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഭ്രാന്ത് പിടിക്കാൻ വേറൊന്നും വേണ്ട. നനഞ്ഞിറങ്ങിയ പിന്നെ കുളിച്ചു കയറാതെ പറ്റില്ലല്ലോ. ഒരുപാട് മനസ്സുകളുടെ അടിയൊഴുക്കിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്നൊരു പുഴ പോലെയാണ് കുടുംബം. കുളിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അതില് മുങ്ങി മരിക്കാതിരിക്കാൻ കൂടി നോക്കണം. ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചാലോ? അത് തന്നെയാ നല്ലത്. വേണമെങ്കിൽ ഞാൻ പോയി അച്ഛനോട് സംസാരിക്കാം. വേണ്ട, ഞാൻ പോയി സംസാരിക്കാം. അച്ഛനെ കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ.
അച്ഛൻ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അർച്ചന ആകെ ടെൻഷനില്ല. അവൾക്ക് ഒരു സമാധാനവും. അവൾക്ക് സമാധാനക്കേടുണ്ടാക്കുന്നൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അവളുടെ മാനസികാവസ്ഥ അച്ഛൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആ ശിവരാമനെ അച്ഛൻ തിരിച്ചെടുക്കേണ്ടിയിരുന്നില്ല. ശിവരാമൻ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടതല്ലേ? അയാള് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അയാൾ ഉറപ്പ് തന്നല്ലോ. പിന്നെന്താ പ്രശ്നം? അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അർച്ചനയ്ക്ക് പേടി കൂടിക്കൊണ്ടേയിരിക്കും. എത്രയ്ക്കായാലും അത് ശിവരാമന്റെ കുഞ്ഞല്ലേ. അയാൾ കുഞ്ഞിനെ നോക്കി കൺമുന്നി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ അങ്ങനെ സമാധാനത്തോടിരിക്കും? അയാളുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും കരച്ചിലും എല്ലാം അഭിനയ. ഈ വീട്ടിൽ കയറിക്കൂടാനുള്ള പദ്ധതി മാത്രമാണത്. സെന്റിമെന്റ്സ് പറഞ്ഞ് അയാൾ അച്ഛനെ വീഴ്ത്തി. ആരുമില്ലാത്ത സമയത്ത് അയാൾ കുഞ്ഞിനെ എടുത്തോണ്ട് എവിടെങ്കിലും പോയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛൻ ഉറപ്പ് തരാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞ് അയാൾ ഇവിടുന്ന് മാറ്റണം. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അർച്ചനയ്ക്ക് നല്ല സംശയമുണ്ട്. ഇനി അധികം താമസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. പാവം അർച്ചന വിചാരിക്കുന്നത് അവരുടെ കുഞ്ഞിനെ ഞാൻ എടുക്കുമെന്നാണ്. എന്നാൽ എനിക്ക് വേണ്ടത് ആതിരയുടെ കുഞ്ഞിനെയാണെന്ന് അവർക്കറിയില്ലല്ലോ. നീ പറഞ്ഞപ്പോ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ശിവരാമനെ നമുക്ക് തൽക്കാലം ഫാം ഹൗസിലേക്ക് മാറ്റാം. അതാവുമ്പോ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള കാര്യമില്ലേ? എനിക്കറിയാം. എത്ര ദൂരേക്ക് ഓടിച്ചാലും ഞാൻ തിരിച്ചു വരും സാറേ. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവുകയും ചെയ്യും. ശിവരാമ, ഫാം ഹൗസിൽ നിന്ന് മാനേജർ ഇപ്പോൾ വിളിച്ചിരുന്നു. അവിടുത്തെ ഡ്രൈവർ കുറച്ച് ദിവസത്തേക്ക് ലീവാ. ശിവരാമൻ രാവിലെ തന്നെ ഫാം ഹൗസിലേക്ക് പോകണം. ഞാൻ പോണോ സാറേ? ശിവരാമനല്ലാതെ വേറൊരാളെയും ഇപ്പം അങ്ങോട്ട് അയക്കാനില്ല. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കുക. പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. സാർ, എൻ്റെ കുഞ്ഞിനെ കാണുന്ന കാര്യമല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ശിവരാമൻ നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നില്ല. നേരെ ഫാം ഹൗസിലേക്ക് പോയാൽ മതി. പൈസ എന്തെങ്കിലും വേണോ? വേണ്ട. ആ, എന്നാ പിന്നെ ചെല്ല്. ഞാൻ മാനേജറോട് വിളിച്ച് പറയാം. ശരി. എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കേണ്ട. ഞാൻ വരും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അയാളൊരു പാവ. അയാളോട് ചെയ്യുന്നത് അനീതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അർച്ചനയുടെ സമാധാനത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല. ഫാം ഹൗസിൽ നിന്ന് അയാൾ ഇങ്ങോട്ട് വരാതെ നോക്കണം. അത് ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞോളാം. അല്ലെങ്കിലും ആ ഫാം ഹൗസിനകത്ത് കയറിയാൽ പിന്നെ മറ്റൊന്നിനും സമയമുണ്ടാവില്ല. അയാൾ ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അച്ഛാ, ഞാനിത് അർച്ചനയോടൊന്ന് പറയട്ടെ. ചെല്ലേ. എന്താ എന്താ പറ്റി? എന്തിനാ കരയുന്നേ? കരയാതെ കാര്യം പറ.
കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞാണെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതെന്നോടൊന്നും മിണ്ടിയത് പോലുമില്ല. ആര്? നന്ദേട്ടൻ. നന്ദേട്ടനോ? എന്താ ഉണ്ടായേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നന്ദേട്ടൻ റൂമിൽ നിന്ന് വരുന്നത് കണ്ടു. ആ, എന്നിട്ട്? നന്ദേട്ടനോട് സോറി പറയാന്ന് കരുതി ഞാൻ അകത്തേക്ക് ചെന്നു. എന്നെ കണ്ട് നന്ദേട്ടൻ നിന്നു. ഞാൻ അടുത്ത് ചെന്നിട്ട് നന്ദേട്ടാന്ന് വിളിച്ചു. ഞാൻ സോറി പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദേട്ടൻ മുഖം തിരിച്ച് ഒറ്റ പോക്ക. എന്നെ മൈൻഡ് ചെയ്തത് പോലുമില്ല. നീ വിഷമിക്കണ്ട മോളെ. നന്ദേട്ടന്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറില്ല. സച്ചേട്ടനെ പോലെ അല്ല നന്ദേട്ടനും സന്ദീപും. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? എല്ലാം ശരിയാവുന്ന ഒരു സമയം വരും. അതുവരെ നീ കാത്തിരിക്കെ. നന്ദേട്ടനായതുകൊണ്ട് ഇതല്ലേ ചെയ്തുള്ളൂ. സന്ദീപെങ്ങാനും ആയിരുന്നെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അവരോടൊക്കെ പോയി ഇതുപോലെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരണമെന്ന് മനസ്സിലാക്കാനായില്ല നിനക്കിപ്പം. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി ഇതോർത്ത് വിഷമിക്കണ്ട. അതിരെ, നീ ഇതൊന്ന് അരിഞ്ഞു വെച്ചേക്കണേ. ആ, പാലെടുപ്പത്തുണ്ടേ ശ്രദ്ധിക്കണം. ഞാനിപ്പോ വരാം. മോളെ, എന്തു പറ്റി? എന്താ? വിശേഷം എന്തെങ്കിലും ആയിരിക്കും. ലക്ഷണം കണ്ടിട്ട് ഇത് അത് തന്നെയാണെന്നാ തോന്നുന്നു. ഈശ്വര, അവനെന്നെ ചതിച്ചോ? അവനെ ഇന്ന് ഞാൻ നിന്റെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണോ? നീ പ്രഗ്നന്റ് ആണോ? നീ എന്നെ ചതിച്ചു അല്ലടാ. നിന്റെ ഭാര്യ അവിടെ ഛർദിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് നീ എന്നോട് സത്യം ചെയ്തു തന്നതാ. അത് നീ മറന്നു. ഇപ്പൊ സ്നേഹ പ്രഗ്നന്റ് ആയി. അവളുടെ ദേഹത്ത് തൊട്ടു പോരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാഞ്ഞിട്ടാണോ സ്നേഹം വൊമിറ്റ് ചെയ്തത്? നിനക്കിനി ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ പോയി ആ ഒളിക്യാമറ പരിശോധിച്ച് നോക്ക്. ആ മുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അത് പരിശോധിച്ച് നോക്കിയാൽ നിനക്ക് സത്യം മനസ്സിലാവില്ലേ? ആരുടെയും കണ്ണു മൂടിക്കെട്ടാൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്റെ കണ്ണ് മൂടിക്കെട്ടാന്ന് നീ വിചാരിക്കണ്ട. സ്നേഹം അവിടെ ഛർദിക്കുന്നത് ഞാൻ കണ്ടതാ. പ്രഗ്നന്റ് ആവുമ്പോൾ മാത്രമാണ് ഒരാൾ ഛർദിക്കുന്നത്. ഒന്ന് ഛർദിച്ചാൽ ഉടനെ അത് ഗർഭം കൊണ്ടാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോ അവള് ഗർഭിണിയല്ലേ? അതിനൊരു സാധ്യതയില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്നേഹ ഛർദിച്ചത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അവസരം കിട്ടിയാൽ ചതിക്കാൻ മടിക്കാത്തവനാ നീ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം? വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ സ്നേഹ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്ക്. അപ്പോൾ അറിയാം സത്യം എന്താണെന്ന്. നീ പറയുന്നത് സത്യമാണല്ലോ അല്ലേ? അതെ ഏട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യവാ. ഞാനും ധനുഷും തമ്മിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പൊ നീ വൊമിറ്റ് ചെയ്തതോ? അത് ഈ പാത്രത്തിൽ നിന്ന് പാലിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി. അതെനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് വൊമിറ്റ് ചെയ്തേ. നിങ്ങളത് തെറ്റിദ്ധരിച്ചു, അത്രേ ഉള്ളൂ. എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. 100% സ്നേഹത്തോടും കരുതലോടും കൂടെ തന്നെയാ ധനുഷ് എന്നെ നോക്കുന്നത്. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാ അത് മാത്രമല്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാന്ന് അറിയില്ല, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ധനുഷിനൊട്ടും താല്പര്യമില്ല. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് പിണക്കമൊക്കെ മാറിയിട്ട് ഈ വീട്ടിലോട്ട് കയറിയതിനു ശേഷം എല്ലാം ഒന്ന്